ബി.എഡ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പി.ജി എടുക്കാന്ന് ഡിസൈഡ് ചെയ്തത്. എൻ്റെ യു.ജി കോഴ്സ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് ആയിരുന്നു. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് തന്നെ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ബി.എഡ് കഴിഞ്ഞ് ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഓരോ സ്കൂളുകളിലും ഇന്റർവ്യൂവിന് പോകുമ്പോഴും അവർ കമ്പൽസറി ആയിട്ട് ചോദിക്കേണ്ടായിരുന്നത് പി.ജി ഉണ്ടായിരുന്നോ എന്നായിരുന്നു. അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂകൾ എനിക്ക് നഷ്ടമായിട്ടുണ്ട്, ഒരുപാട് വാക്കൻസികൾ പി.ജി ഇല്ലാത്തത് കൊണ്ട് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു ഞാൻ പി.ജി എടുക്കട്ടെ എന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരു ഇപ്പൊ ഞാൻ ഒരു ഡിസ്റ്റന്റ് കോഴ്സാണ് കൂടുതലും നോക്കുന്നത്. റെഗുലറായി എനിക്ക് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഡിസ്റ്റന്റ് കോഴ്സ് ആയിട്ടുള്ള പി.ജി എടുത്തത്. അങ്ങനെ ഒരു ദിവസം ലേൺ വൈസിൽ ഞാൻ ഇങ്ങനൊരു വീഡിയോ കണ്ടു. ലേൺ വൈസിൽ ഇഗ്നോന്റെ കോഴ്സുകൾ അതുപോലെ തന്നെ അവരുടെ കുറെ സർവീസുകളും കണ്ടു. അങ്ങനെയാണ് ഞാൻ പി.ജി എടുക്കാന്ന് വെച്ചത്. പി.ജി എടുത്തപ്പോൾ എല്ലാവരും സപ്പോർട്ടീവ് വന്നു. എൻ്റെ ഹസ്ബൻഡ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അസൈൻമെന്റ് എഴുതാനും അതുപോലെ തന്നെ ഓരോന്നിനും എനിക്ക് എന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സിനടക്കം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എനിക്ക് എല്ലാം ചെയ്തു തന്നിട്ടുള്ളത്, എല്ലാം റെഡിയാക്കി തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എന്നേക്കാളും എനിക്കൊരു ഞാനൊരു പൊസിഷനിൽ എത്തണം എന്ന് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് കൂടുതലും ആഗ്രഹിക്കുന്നത്. എൻ്റെ ഫാമിലിയും സപ്പോർട്ടായിരുന്നു. പിന്നെ ഒരു ജോലി വേണമെങ്കിൽ നമുക്ക് എന്തായാലും ഹയർ എഡ്യൂക്കേഷൻ വേണം. നമുക്ക് നമ്മുടെ സാധാരണ ഒരു സ്കൂളുകളിലാണെങ്കിലും നമുക്ക് പി.ജി കമ്പൽസറിയാണ്. അതുകൊണ്ടാണ് ഞാൻ പി.ജി എടുക്കാന്നുള്ളൊരു ഡിസിഷനിലോട്ട് വന്നേ. അതെന്തായാലും എനിക്ക് നല്ല തീരുമാനമായിട്ട് തോന്നി. കാരണം ഇപ്പോൾ ഞാൻ വേറെ ഏത് ജോലിയിലാണെങ്കിലും എനിക്ക് പ്രൊമോഷൻ ലഭിക്കാനും അവർക്ക് അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിനും കൂടുതലും ഒരു ഹയർ എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് എനിക്കത് നല്ലതാണെന്ന് തോന്നി. ഇപ്പോൾ PSC വഴി കിട്ടാണെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് പ്രൊമോഷനോ അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു പി.ജി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാനൊരു പി.ജി കോഴ്സ് എടുത്തു. ഇപ്പോൾ ഫസ്റ്റ് ഇയർ എക്സാം എഴുതാൻ പോകുന്നു.